നമസ്കാരം. 5000 രൂപ മാറ്റിവെച്ച് 41,666 രൂപ ഓരോ മാസവും വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു അടിപൊളിയായിട്ടുള്ള മാർഗമാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവൽ ലഭിച്ചിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനി വഴിയാണ് ഈ ഒരു റവന്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ 100% ജെന്യൂൻ ആയിട്ടുള്ള മെത്തേഡാണ്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാലാണ് ഇതിൻ്റെ റൂട്ട് നമ്മൾക്ക് എങ്ങനെയാണ് ആ ഒരു ഫിഗർ കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. 5000 രൂപയാണ് നമ്മൾ പ്രതിമാസം നമ്മൾ മാറ്റി വെക്കേണ്ടത്. പ്രതിമാസം നമ്മൾക്ക് കിട്ടുന്ന തുക 41,666 രൂപ. ഇതിന് മേളിലൊക്കെ വരുമാനം കിട്ടുന്ന ഒരുപാട് മെത്തേഡുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതൊരു നല്ലൊരു മെത്തേഡാണ്. കാരണം ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കണം. നമ്മളുടെ നല്ല സ്ട്രോങ് ആയി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് എൻട്രി ചെയ്യാനും പറ്റും. ആ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പവർ നമ്മൾക്ക് കുറയുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ റവന്യൂ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ആവറേജ് ഒരു 40,000 അല്ലെങ്കിൽ 50,000 സാലറി കിട്ടുന്നുണ്ടെങ്കിൽ 50,000 സാലറി എന്ന് പറഞ്ഞാൽ മീൻസ് ഒരു ഓഫീസർ റാങ്കിലേക്ക് എത്തണം. ആ ഒരു റാങ്കിൽ എത്തിയിട്ട് സാലറി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ എറൗണ്ട് എത്ര എമൗണ്ട് ആയിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളൊരു നോർമലി ഒരു PSCയിൽ എൻട്രി ചെയ്യുന്നു, ഒരു ബേസ് പോസ്റ്റ് ആയിട്ട് ഒരു 24,000-25,000 നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുന്നു. പിന്നീട് നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ വരുന്നു, ഒരു 30,000 ആവുന്നു. പിന്നീട് ഒരു പ്രൊമോഷൻ ഒരു 35. അങ്ങനെ പ്രൊമോഷൻ കിട്ടി ഈ പറഞ്ഞ 41,000 രൂപ എത്തണമെങ്കിൽ ഒരു 2-3 പ്രൊമോഷൻ കിട്ടണം. മീൻസ് ഒരു 15 വർഷം സമയം എടുക്കും മിനിമം, അല്ലേ? ഈ 15 വർഷം സമയം എടുക്കുമ്പോഴാണ് 40,000 സാലറി കിട്ടുന്നത്. പിന്നീട് നമ്മൾ കുറച്ച് വർഷം കഴിയുമ്പോൾ റിട്ടയർമെൻറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ തുക നമുക്ക് പെൻഷനായിട്ട് നമുക്ക് കിട്ടും. ഇത്രയും തുക കിട്ടില്ലെങ്കിലും ഇതിലൊരു ഭാഗം, ഒരു പകുതിയോളം ഭാഗമെങ്കിലും റിട്ടയർമെൻ്റ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിനകത്ത് ആധികാരികമായിട്ടുള്ള നോളജ് ഇല്ല. അപ്പോൾ ലാസ്റ്റ് കിട്ടിയ സാലറീൻ്റെ എത്ര പെർസെൻറ്റേജാണ് നമുക്ക് പെൻഷനായിട്ട് കിട്ടുന്നത് മന്ത്ലി, ഈ ലാസ്റ്റ് കിട്ടിയ അതേ സാലറി തന്നെ എല്ലാ മാസവും പെൻഷനായിട്ട് കിട്ടുമോ എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു 40,000 അല്ലെങ്കിൽ ഒരു 80,000 സാലറി കിട്ടിയാൽ മാത്രമേ 40,000 എങ്കിലും നമുക്ക് പെൻഷനായിട്ട് ഓരോ മാസം നമുക്ക് കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഏകദേശമുള്ള ധാരണ. ചിലപ്പോൾ ധാരണ തെറ്റായിരിക്കാം. എനിവേ, ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് 40,000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. എത്ര കാലം നിങ്ങൾ അതിനകത്തുണ്ട്, പ്രൊജക്റ്റിലുണ്ട്, അത്ര കാലം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര വർഷം ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വ്യക്തമായിട്ട് ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. ഓർക്കുക, 5000 രൂപ മാത്രമാണ് ഇതിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ലക്ഷങ്ങളോ കോടികളോ ഒന്നും മാറ്റി വെക്കേണ്ട. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടുനോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ലണ്ടൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു P2P ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ്. P2P ലെൻഡിങ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ അണ്ടർ കൺട്രോൾ, അതായത് റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഒരു ഇനീഷ്യേറ്റീവാണ് P2P ലെൻഡിങ് എന്ന് പറയുന്നത്. കുറേ ആൾക്കാരിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് ലോണുകൾ കൊടുക്കുക എന്നതാണ് ഈ പറഞ്ഞ P2P കമ്പനികളുടെ പിയർ ടു പിയർ കമ്പനികളുടെ ലക്ഷ്യം. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലണ്ടൻ ക്ലബ്ബ് ഒരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു NBFC ആണ്. ഒരു വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായിട്ടെങ്കിലും എനിക്ക് ഇവരറിയാം. എന്ന് വെച്ചാൽ ഞാൻ ലെൻഡിങ് കാർട്ടിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയം മുതൽ ഈ ലണ്ടൻ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കമ്പനി ആ സമയം മുതലേ ഉണ്ട്. അതുകൊണ്ട് ഒരു 5 വർഷമായിട്ട് എനിക്കറിയാം. വർഷങ്ങളായിട്ട് ഉള്ള ഒരു കമ്പനിയാണ്, ഒരു വലിയൊരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ നമ്മൾ 50 ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണ്. ലോക്കിൻ പീരീഡ് 5 വർഷം ലോക്കിനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോക്കിനില്ല, പിന്നെ എല്ലാ മാസവും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 5 വർഷം ലോക്കിൻ ആവുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ ഓരോ മാസവും മന്ത്ലി കിട്ടുന്ന പൈസയാണ് 41,666 രൂപ. 50 ലക്ഷം ലോക്ക്ഡ് ആണ്, പക്ഷേ നിങ്ങൾക്ക് എല്ലാ മാസവും 41,666 രൂപ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ തർക്കമോ കാര്യങ്ങളില്ല. ഇത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. 1 കോടിയിൽ പരം ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത. RBIയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ലണ്ടൻ ക്ലബിനെ കുറിച്ചിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണ്, അപ്പോൾ അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് വരും, 50 ലക്ഷം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലല്ലേ 41,666 ഒരു മാസം കിട്ടൂ, അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ 50 ലക്ഷം രൂപ എങ്ങനെ കണ്ടെത്തും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതെങ്ങനെ കണ്ടെത്തും എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ 50 ലക്ഷം കണ്ടെത്താൻ 5000 രൂപ നമ്മൾ മാറ്റി വെക്കണം. ആ 5000 രൂപയും എങ്ങനെ നിങ്ങളുടെ നിലവിലുള്ള ജോലിയോ ബിസിനസ്സോ ഒന്നുമില്ലാതെ എങ്ങനെ പാർട്ട് ടൈം ആയിട്ട് കണ്ടെത്താം എന്നതിനെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നുണ്ട്. മുഴുവനായിട്ട് കാണുക. ഒന്നുകൂടി നമുക്ക് അടുത്തൊരു പേജിൽ പോകാം. ഈ ഒരു പേജിൽ കാണാൻ പറ്റും സ്റ്റെപ്പ് അപ്പ് SIP കാൽക്കുലേറ്റർ. ഇതിൽ 5000 രൂപ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 10% ഓരോ വർഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുക കൂട്ടുക. ഈ വർഷം 5000 രൂപ, അടുത്ത വർഷം 5500, പിറ്റേ വർഷം 5500 വീണ്ടും ഒരു 10%. അങ്ങനെ എല്ലാ വർഷവും ഒരു 10% വെച്ചിട്ട് നിങ്ങൾ കൂട്ടുക. കാലക്രമേണ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 500 രൂപ 10% വെച്ച് മാത്രം കൂട്ടിയാൽ മതി. അങ്ങനെ കൂട്ടിയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ
15% ആവറേജ് റിട്ടേൺ കിട്ടുന്ന ഫണ്ടിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഒട്ടുമിക്ക ഫണ്ടുകളും 15% റിട്ടേൺ തരുന്നുണ്ട്. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പും കുറച്ച് മൾട്ടി ക്യാപ്പും ചെയ്തോളും. 2 ഫ്ലെക്സി ക്യാപ്പ്, 2 മൾട്ടി ക്യാപ്പ്, അല്ലെങ്കിൽ 5000 ടോട്ടൽ 5000 രൂപയുടെ ഫണ്ട് ഉണ്ടല്ലോ, 2500 ഒരു ഫ്ലെക്സി ക്യാപ്പിലും 2500 ഒരു മൾട്ടി ക്യാപ്പിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ആ മൾട്ടി ക്യാപ്പും ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഓൾമോസ്റ്റ് 15% മുകളിലാണ് റിട്ടേൺ കിട്ടും. 16, 17, 18, 20% കൊടുക്കുന്നുണ്ട്. അപ്പോൾ 15% ആവറേജ് നമുക്ക് കിട്ടുകയാണെങ്കിൽ 15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. 15 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 19 ലക്ഷം രൂപയായിട്ട് മാറും. അതിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ 36 lakhs നമുക്ക് കിട്ടും. ടോട്ടൽ നമ്മുടെ ഫണ്ട് 55 ലക്ഷം രൂപയാവും. ഈ 55 ലക്ഷം രൂപ നമ്മൾ അതേപോലെ എടുത്തിട്ട് ഈ ലണ്ടൻ ക്ലബിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്കത് കിട്ടും. ചിലർക്കെങ്കിലും പേടിയുണ്ടാവും, ലണ്ടൻ ക്ലബിൽ കൊണ്ടുപോയി പൈസ നഷ്ടപ്പെട്ടല്ലോ. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. SWP കാൽക്കുലേറ്റർ ഉണ്ട്. നേരത്തെ നമ്മൾ SWP ചെയ്തിട്ടുണ്ട്. SWP എടുക്കുക. 50 ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിക്കുകയാണ്. 42,000 രൂപ പ്രതിമാസം നമുക്ക് വിഡ്രോവൽ വേണം. നമുക്ക് ആവറേജ് റിട്ടേൺ നമുക്ക് ഒരു 15% ഇതേ ഫണ്ടിൽ തന്നെ നമ്മൾ നിക്ഷേപിച്ചു. ഇതേപോലെ തന്നെ മുന്നോട്ട് പോവാണ്. 10 വർഷത്തേക്ക് ഇടുന്നു. 10 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ വിഡ്രോവൽ 50 ലക്ഷം, ഫൈനൽ വാല്യൂ 93 ലക്ഷം രൂപ പിന്നെയും ഉണ്ടാവും. ആലോചിച്ച് നോക്കി, 50 ലക്ഷം രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ വിഡ്രോവൽ ചെയ്ത് 50 ലക്ഷം രൂപ, ഫൈനൽ വാല്യൂ 93 ലക്ഷം രൂപ വീണ്ടും അവിടെ ഉണ്ടാവും. വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ ഓരോ മാസം നമ്മൾ വിഡ്രോ ചെയ്തു 50 ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്തു. അതുപോലെ തന്നെ 50 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. 50 ലക്ഷം വിഡ്രോ ചെയ്തു. എത്ര വർഷം കൊണ്ട്? നെക്സ്റ്റ് 10 വർഷം കൊണ്ട്. ആദ്യത്തെ 15 വർഷത്തിൽ നമ്മൾ 50 ലക്ഷം രൂപ ഉണ്ടാക്കി, 55 ലക്ഷം. അത് അതേപോലെ കൊണ്ടുപോയിട്ട് SWPയിൽ ഇൻവെസ്റ്റ് ചെയ്തു. എന്താ, 15 വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടക്കാൻ പറ്റുന്നില്ല. അടയ്ക്കാൻ നമുക്ക് നിർവാഹമില്ല. 5000 വെച്ച് നമ്മൾ അടയ്ക്കുന്ന ഒഴിവാക്കി. മുഴുവൻ ഫണ്ട് എടുത്ത് SWPയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. അവിടെ വെച്ച് പ്രതിമാസം നമ്മൾക്ക് ഈ പറയുന്ന തുക വെച്ചിട്ട്, അതായത് 42,000 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 10 വർഷം, ആ 15 വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് 10 വർഷത്തേക്ക് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് മാത്രം 42,000 വെച്ചിട്ട്. അങ്ങനെ വിഡ്രോ ചെയ്ത് ആ 10 വർഷം മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ 50 ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഫൈനൽ വാല്യൂ 93 ലക്ഷം രൂപ അവിടെ ഉണ്ടാവും. 50 ലക്ഷം ഓൾറെഡി വിഡ്രോ ചെയ്ത്, എന്നിട്ട് 93 ലക്ഷം രൂപ അവിടെ വീണ്ടും കിടക്കാൻ. അതും കൊണ്ടായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഈ പറഞ്ഞ 42 കിട്ടുന്ന 42 വേണമെങ്കിൽ 82 ആക്കിയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഹ്യൂജ് ആയിട്ട് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പണ്ട് നമ്മുടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ആദ്യത്തെ കുറച്ച് 1 കോടിയോ അല്ലെങ്കിൽ ആദ്യത്തെ 1 കോടി ഉണ്ടാക്കാൻ 50 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള ഒരു കഷ്ടപ്പാട് മാത്രമേ ഈ ബിസിനസ്സിലുള്ളൂ. ഈ പണം ഉണ്ടാക്കുന്നില്ല, പണം ഇരട്ടിപ്പിക്കുക, പണം കൊണ്ട് പണം ഉണ്ടാക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഒരു മെത്തേഡിൽ ആദ്യത്തെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അതിന് 10 വർഷവും ചിലപ്പോൾ 15 വർഷവും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. മിനിമം 15 വർഷം കാത്തിരിക്കണം, എന്നാലേ ഈ 50 ലക്ഷം കിട്ടുള്ളൂ. ഇതൊരു 20 വർഷം വരെ നമ്മൾ കാത്തുനിന്ന വേണമെങ്കിൽ ഈ 50 ലക്ഷം 1 കോടി രൂപയാക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ 1 കോടി വെച്ച് കളിക്കാം. പക്ഷേ 1 കോടിയൊന്നും ഈ 20 വർഷവും നമുക്ക് നടക്കുന്ന കാര്യമില്ല. മാക്സിമം നമ്മളെ കൊണ്ട് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, അതായത് 5000 വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു ടൈം 15 വർഷമായിട്ട് മാത്രം കാണുക, ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ റിട്ടേൺ എടുക്കുക, സുഖമായിട്ട് ജീവിതം ജീവിക്കുക. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് പ്രതിമാസം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സമപൊളിയാണ്. ലൈഫ് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് 10-20 വർഷം മുമ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരാണ് ഇന്ന് അടിപൊളിയായിട്ട് നമുക്ക് മുമ്പിൽ നല്ല ലക്ഷൂറീസ് ആയിട്ട് ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും ഈ ഓർമ്മ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നിങ്ങൾ കൂലിപ്പണി എടുക്കുന്നവരാണെങ്കിൽ പോലും ഒരു ദിവസം ഒരു 500-1000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഒരു മാസം ഈ 5000 രൂപ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റും. ഒരാഴ്ചത്തെ പണിക്കൂലി മാറ്റി വെച്ചാൽ മതി. മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എത്ര 15 വർഷം കഴിഞ്ഞാൽ ലക്ഷപ്രഭുവൊക്കെ ആയിട്ട് മാറാൻ എന്തായാലും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ആയി മാറാൻ സാധിക്കട്ടെ. എല്ലാവരും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റർ ആവുക, മികച്ച രീതിയിൽ നേട്ടം കൊയ്യുക. മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും വാട്സപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.